പാലക്കാട് നിന്നുള്ള ആഹ്ലാദ പ്രകടന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സരീഷ്, തുടരാമോ? കൃത്യമായി നേട്ടമുണ്ടാക്കാൻ UDF സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം പിരായിരി പഞ്ചായത്തിലേക്ക് ആദ്യ ബൂത്തുകൾ എണ്ണി തുടങ്ങുമ്പോൾ തന്നെ ഏതാണ്ട് 5000-ത്തിനടുത്ത് ഭൂരിപക്ഷം നേടാൻ രാഹുലിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ടേക്ക് രാഹുലിന് അനുകൂലമായ ബൂത്തുകളാണ് എണ്ണേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ രാഹുലിന്റെ മുന്നേറ്റത്തോടൊപ്പം തന്നെ ഇനി സരിന്റെ ഒരു മുന്നേറ്റം കൂടി ഒരു പക്ഷേ എനിക്ക് കാണേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് ഈ രണ്ട് പഞ്ചായത്തുകളിൽ മാത്തൂരിലും കണ്ണാടിയിലും കൃത്യമായി അവർ ലീഡ് ചെയ്യുന്ന പഞ്ചായത്തുകളാണ്. അതോടൊപ്പം തന്നെ BJPയും LDF സ്ഥാനാർത്ഥി P സരിനും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വെറും 10,000 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ്. അപ്പോൾ ഈ കണ്ണാടിയിലും ഒപ്പം തന്നെ മാത്തൂരിലും എത്തുമ്പോൾ ഒരുപക്ഷെ വലിയ രീതിയിൽ വോട്ട് സമാഹരിക്കാൻ P സരിന് സംഭവിച്ചാൽ BJP ഏറ്റവും പുറകിലേക്ക് പോകുന്നു, അതായത് 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായേക്കാം. ആ ആശങ്ക കൂടി ഇപ്പോൾ BJP ക്യാമ്പിനുണ്ട്. കാരണം ഈ കണ്ണാടിയിൽ വലിയ വോട്ട് കഴിഞ്ഞ തവണ ലഭിച്ചതാണ്. അതോടൊപ്പം തന്നെ മാത്തൂരിലും അവർ ലീഡ് ചെയ്യുന്ന ബൂത്തുകളുണ്ട്. സ്വാഭാവികമായും ഈ NDAക്ക് അത്രത്തോളം വോട്ട് സമാഹരിക്കാൻ ഈ രണ്ട് പഞ്ചായത്തുകളിലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇനി വിജയം എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിൽ താഴോട്ട് പോകുന്ന ഒരു സാഹചര്യം, ഈ രണ്ടാം സ്ഥാനം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 2ാം സ്ഥാനത്തായിരുന്നു BJP ഉണ്ടായിരുന്നത്, ഇത്തവണ അത് താഴോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക കൂടി ഇപ്പോൾ NDA ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും പിരായിരി പഞ്ചായത്തിലെ ആദ്യ ബൂത്തുകൾ എണ്ണി തുടങ്ങുമ്പോൾ തന്നെ വ്യക്തമായൊരു ഭൂരിപക്ഷത്തിലേക്ക് പോകാൻ UDF സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി 2 റൗണ്ടുകൾ കൂടി പിരായിരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എണ്ണാനുണ്ട്. അപ്പോൾ അതുകൂടി എണ്ണുമ്പോൾ സ്വാഭാവികമായും നേരത്തെ അവർ കണക്ക് കൂട്ടിയ ഒരു 10,000-ത്തിന് മുകളിൽ എന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ മധുര വിതരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. 105 മുതൽ 137 വരെയാണ് പിരായിരി പഞ്ചായത്തിലെ ബൂത്തുകൾ ഉള്ളത്. അപ്പോൾ ഒരു റൗണ്ട് കൂടി ഇനി എണ്ണേണ്ടതുണ്ട്. അപ്പോൾ ഏതാണ്ട് ഞാൻ തിരിച്ചു വരാം സരീഷ് താങ്കളിലേക്ക്.